everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും ചില ആളുകളെ ഇങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാവാറുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്ടം വന്നിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ അവർ അത്ര ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വിഷമഘട്ടത്തിലേക്ക് പോവാതെ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഇങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഒന്നാമതായി, ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞോളണം എന്ന് നിർബന്ധമില്ല. പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാലൊക്കെ അവർ പെട്ടെന്ന് ഡിസപ്പിയർ ആകും എന്നുള്ളതാണ്, ആ ഒരു പെർട്ടിക്കുലർ കാര്യം അവർക്ക് ചെയ്യുന്നതിന് വേണ്ടി. സോ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം, എപ്പോൾ വേണമെങ്കിലും ഡിസപ്പിയർ ആകാം എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്താണോ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത്, അവരുടെ ട്രൂ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായത് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടി വൾണറബിൾ ആവുക അല്ലെങ്കിൽ ഇമോഷണലി ഇൻറ്റിമേറ്റ് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവർ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആവുന്ന രീതിയിലുള്ള സംസാരം അവർ കോൺഷ്യസ്ലി ഒഴിവാക്കാൻ ശ്രമിക്കും. സോ രണ്ടാമതായി, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ട്രൂ ആയിട്ട്, അവർക്ക് സത്യസന്ധമായിട്ട് എന്താണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറെ കൂടി വൾണറബിൾ ആവുക എന്ന് പറയുന്നത് അവർ ചെയ്യാൻ മടിക്കുന്ന മറ്റൊരു കാര്യമാണ്. 3, അവരുടെ ക്ലോസ് സർക്കിളിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളണം എന്നില്ല. അതായത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയുള്ള വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് 1, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിലൊരു സ്ഥിരത ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തോളണം എന്ന് നിർബന്ധവുമില്ല. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും, അതായത് സ്ഥിരതയില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം സംസാരിക്കാം, പിറ്റേ ദിവസം സംസാരിക്കാതിരിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന സമയത്ത് മാത്രം സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാത്രം സംസാരിക്കുന്ന രീതിയായിരിക്കാം. ഇങ്ങനെ ഒരു സ്ഥിരതയുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള മറ്റൊരു സൈൻ. നെക്സ്റ്റ് 1, നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായ റിലേഷൻഷിപ്പ് ആണെന്നോ, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണെന്നോ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ അവർ താല്പര്യപ്പെടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് 1, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ കംഫേർട്ട് ചെയ്യിപ്പിക്കുന്നത് കുറവായിരിക്കാം. അതായത് നിങ്ങളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്സെറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കംഫേർട്ട് ആക്കിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകളായിരിക്കില്ല. നെക്സ്റ്റ് 1, അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കാം മറ്റ് ഫ്രണ്ട്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടും ഇടപഴകുന്നത്. കാരണം അവർ ഇമോഷണലി അത്ര അറ്റാച്ച്ഡ് ആവാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ടായിരിക്കും, ഇടപഴകുന്നുണ്ടായിരിക്കാം, ഫണ്ണായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും വളരെ ഇൻറ്റിമേറ്റ് ആവുക എന്ന് പറയുന്നത് അവർ കോൺഷ്യസ്ലി ഒഴിവാക്കുന്നുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവർ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ഇമോഷണലി അൺഅവൈലബിൾ ആകാൻ അത്ര തയ്യാറായിട്ടില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത്. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കാം. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോയിലൂടെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്